ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണ്. ഹിന്ദു ഉത്സവങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി രംഗത്ത് വന്നു. ബംഗ്ലാദേശിലെ ഹിന്ദുക്കളോട് മകര സംക്രാന്തി ആഘോഷിക്കരുത് എന്ന താക്കീതാണ് തീവ്രവാദ സംഘടനയായ ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. മകര സംക്രാന്തി ആഘോഷിക്കരുത്, അതിന്റെ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന ആഹ്വാനമാണ് ഇപ്പോൾ ഇവർ നടത്തിയിരിക്കുന്നതും. ഇതിനു മുൻപും ഇത്തരത്തിൽ ബംഗ്ലാദേശിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇവർ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. ദുർഗാപൂജയുടെ സമയത്ത് പോലും ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടത്തിയാണ് ഇസ്ലാമിസ്റ്റുകൾ രംഗത്ത് വന്നത്. ഇതിനു ശേഷവും അവിടുത്തെ ഹിന്ദുക്കൾക്ക് നേരെ വലിയ രീതിയിലുള്ള ആക്രമണം തുടരുന്നു എന്ന റിപ്പോർട്ട് ഇതിലൂടെ തന്നെ വെളിവാകുന്നതാണ്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ അത് വർദ്ധിച്ചു വരുന്നതിനായി തന്നെ ഈ സംഘടന ഇപ്പോൾ ഹിന്ദു ഉത്സവങ്ങളെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മകരസംക്രാന്തി ദിനത്തിൽ സംഗീതം, അത് പട്ടം പറത്തൽ തുടങ്ങി തന്നെ ആഘോഷങ്ങളോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ആചാരങ്ങളോ നടത്തിയാൽ കർശന നടപടി ഉണ്ടാകുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിൽ മകരസംക്രാന്തി അത് വലിയ രീതിയിൽ ആഘോഷിക്കുന്ന ഒരു ഉത്സവം കൂടെയാണ്. ഇത് വളരെ ആഡംബരത്തോടെയാണ് ഹിന്ദുക്കൾ ആഘോഷിച്ചു പോരുന്നത്. മകരസംക്രാന്തി ആഘോഷിക്കരുത് എന്ന് ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ മുസ്ലിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഹിന്ദു ഉത്സവം ആഘോഷിക്കുന്നത് അത് നിരോധിക്കുന്നുവെന്ന് ജമാഅത്തെ ഇസ്ലാമി അവിടെ ഉച്ചഭാഷണിയിലൂടെ തന്നെ മുന്നറിയിപ്പ് നൽകിയതായും ഈ വീഡിയോയിലൂടെ കാണാൻ സാധിക്കും. ജമാഅത്തെ ഇസ്ലാമി നേതാക്കൾ സോഷ്യൽ മീഡിയയിലും ഹിന്ദു ഭൂരിപക്ഷ പ്രദേശങ്ങളിലും പരസ്യ പ്രഖ്യാപനങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നതാണ് റിപ്പോർട്ടുകൾ അറിയുന്നത്. ഹിന്ദുക്കൾ ഇസ്ലാമിക മൂല്യങ്ങൾ ലംഘിക്കരുത് എന്ന മുന്നറിയിപ്പും ഇതിലൂടെ നൽകുന്നു. ഈ ഉത്തരവുകളാകട്ടെ അത് അവഗണിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുന്നുവെന്നും അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഒരു ഉത്തരവിനെ തുടർന്നുകൊണ്ട് തന്നെ ദക്ക, ചിറ്റാഗോങ് അതേപോലുള്ള പ്രദേശങ്ങളിൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ ഹിന്ദു ജനസംഖ്യയുള്ള പ്രദേശങ്ങളിൽ വലിയ രീതിയിലുള്ള ഭീതിയും ഭയവുമാണ് പടർത്തിയിരിക്കുന്നത്. അതേസമയം ജനുവരി 14 ബംഗ്ലാദേശിൽ മകരസംക്രാന്തി ആഘോഷിക്കുന്നത്. പട്ടം പറത്തൽ, എള്ള്, ശർക്കര വിഭവങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയാണ് പ്രധാന ആകർഷണങ്ങളായി തന്നെ പറയുന്നത്. സമീപ വർഷങ്ങളിൽ മതമൗലികവാദികൾ ഇതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക വിരുദ്ധമെന്ന് ഈ ഒരു ആഘോഷത്തെ അവർ അഭിസംബോധന ചെയ്യുകയാണ് ഉണ്ടായത്. കഴിഞ്ഞ വർഷം ദക്കയ്ക്കും ചിറ്റാഗോങ്ങിനും ആഘോഷങ്ങൾ ആളുകളെ വലിയ രീതിയിൽ ജമാഅത്തെ അനുയായികൾ ആക്രമിക്കുകയും ചെയ്തതായും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. അതേസമയം ഇപ്പോൾ ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന ഇത്തരം ആക്രമണങ്ങളിൽ വലിയ രീതിയിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് UK MPയും വിദേശകാര്യ കോമൺവെൽത്ത് വികസന കാര്യങ്ങൾക്കായുള്ള ഷാഡോ സ്റ്റേറ്റ് സെക്രട്ടറിയുമായ പ്രീതി പട്ടേൽ രംഗത്ത് വന്നിരുന്നു. ബംഗ്ലാദേശിൽ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കണമെന്നും അതുപോലെ മറ്റ് ആഹ്വാനങ്ങൾ അവർ നടത്തി. ബംഗ്ലാദേശിൽ സ്ഥിരതയും മതസ്വാതന്ത്ര്യവും സംരക്ഷിക്കപ്പെടുവാനും ഹിന്ദുക്കൾക്ക് സുരക്ഷിതവുമായ ഒരു ഭാവി കൈവരിക്കുന്നതായി തന്നെ അതിൽ പ്രവർത്തിക്കുവാനും UK സർക്കാരിനോട് പ്രീതി പട്ടേൽ ആവശ്യപ്പെട്ടു. 18 ദിവസത്തിനുള്ളിൽ തന്നെ കുറഞ്ഞത് 6 ഹിന്ദുക്കൾക്കെങ്കിലും അല്ലെങ്കിൽ അവരുടെ ജീവൻ നഷ്ടമായതായ റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇത് ഈ ഒരു തോതിലുള്ള പീഡനവും ആക്രമണവും അസ്വീകാര്യമാണ് എന്നും അവർ വ്യക്തമാക്കി. അവർ ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന മതപരമായ ആക്രമണങ്ങളും പീഡനങ്ങളും വളരെയധികം ആശങ്കാജനകമാണ്. സമീപ ആഴ്ചകളിൽ 18 ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് 6 ഹിന്ദുക്കളെങ്കിലും കൊല്ലപ്പെട്ടതായി തന്നെ റിപ്പോർട്ടുകളുണ്ട്. ഇത് വലിയ തോതിലുള്ള പീഡനവും ആക്രമണവുമാണ് എന്നും അവർ വ്യക്തമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.